ഒരു സ്തോത്രം അതിന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ തന്നെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവച്ചിരിക്കുന്നു എന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഈയൊരു പൗരാണിക സ്തോത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. വാ, നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. 1000 നാമങ്ങൾ, വെറും 1000 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ? എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു വാഗ്ദാനം തരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതാണ് ലളിതാ സഹസ്രനാമം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലളിതാ സഹസ്രനാമം? ഇതിന് ഇത്രയധികം പ്രാധാന്യം വരാൻ എന്താണ് കാരണം? വാ, നമുക്കൊന്ന് നോക്കിക്കളയാം. സഹസ്രനാമം, ഈ വാക്കിന്റെ അർത്ഥം തന്നെ 1000 നാമങ്ങൾ എന്നാണ്. പക്ഷേ അത് വെറുമൊരു നമ്പർ മാത്രമല്ല, അനന്തം എണ്ണമറ്റത് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ദൈവത്തെ അവരുടെ ഗുണങ്ങൾ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കാനുള്ളൊരു വഴിയാണ്, ഒരു സ്തോത്രമാണ്, ഒരു പാലം പോലെ സ്തുതികളിലൂടെ നമ്മളെ ദൈവീകതയുമായി ബന്ധിപ്പിക്കുന്നു. ഈ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡപുരാണം എന്ന് പറയുന്ന 18 മഹാപുരാണങ്ങളിൽ ഒന്നിലാണ് വരുന്നത്. പക്ഷേ ഇത് വെറുമൊരു സ്തോത്രമാണെന്ന് കരുതരുത്. ഇത് ശാക്തേയ പാരമ്പര്യത്തിന്റെ, അതായത് ഡിവൈൻ മദറിനെ, ശക്തിയെ അൾട്ടിമേറ്റ് റിയാലിറ്റിയായി ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. അപ്പോ എന്താണ് ലളിതാ സഹസ്രനാമത്തെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കൃത്യം 1000 നാമങ്ങളാണുള്ളത്, ഒരു റിപ്പീറ്റേഷൻ പോലുമില്ല. രണ്ടാമത്തെ കാര്യം, ആ കാവ്യാത്മകമായ മീറ്ററൊക്കെ ശരിയാക്കാൻ വേണ്ടി പിന്നെ എന്നൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടേയില്ല, ഒരു ഫില്ലർ വേർഡ് പോലുമില്ല. മൂന്നാമത്തേത്, ഇതൊന്നുമല്ലാതെ ഇതിനെല്ലാം മുകളിൽ ഇത് രചിച്ചത് മനുഷ്യരല്ല, ദേവി തന്നെ നിർദ്ദേശിച്ച്, വാഗ്ദേവതകൾ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ ദേവതകൾ, അവർ രചിച്ചതാണ് ഈ സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ 1000 നാമങ്ങൾ ആരെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാണ്? ഈ പ്രപഞ്ച സിംഫണിയുടെ ആ സെന്ററിലിരിക്കുന്ന ആളാരാണ്? വാ, നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ലളിതാ ത്രിപുരസുന്ദരി, ശ്രീവിദ്യാ പാരമ്പര്യത്തിലെ സുപ്രീം ഗോഡസ്. ലളിത എന്ന പേരിൽ തന്നെ എല്ലാമുണ്ട്. ലീലകൾ ആടുന്നവൾ എന്നുവെച്ചാൽ പ്ലേഫുൾ ആണെന്ന്. സൃഷ്ടിയും ഈ പ്രപഞ്ചം തന്നെയും ഒരു ദൈവിക കളി മാത്രമാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണത്. ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളിലും സുന്ദരിയായവൾ. ആ 3 ലോകങ്ങൾ എന്താണെന്നറിയാമോ? നമ്മുടെ ബോധത്തിന്റെ 3 അവസ്ഥകൾ. ജാഗ്രത് എന്നുവെച്ചാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം, പിന്നെ സുഷുപ്തി എന്നുവെച്ചാൽ ഗാഢനിദ്ര. അപ്പോൾ വെറും ഈ കാണുന്ന ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ എല്ലാ തലങ്ങളിലും അവരുടെ ആധിപത്യമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ലളിത ഒരു ദേവി മാത്രമല്ല കേട്ടോ. ദശമഹാവിദ്യകൾ എന്ന് കേട്ടിട്ടുണ്ടോ? 10 മഹാജ്ഞാനങ്ങൾ, അവരിൽ ഒരാളാണ് ലളിത. ഈ 10 ദേവിമാരും ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യം എന്താണോ അതിന്റെ ഓരോരോ ഭാവങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആത്മീയ അന്വേഷകരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന, ചില സമയത്ത് ഭയാനകവും വിചിത്രവും പിന്നെ മനോഹരവുമായ രൂപങ്ങളുള്ള ദേവതകളാണിവർ. അപ്പോൾ ഈ ദേവിയെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ശ്രീവിദ്യ എന്നറിയപ്പെടുന്ന കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു സാധനാ പദ്ധതിയിലേക്ക് എത്തുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ലളിതാദേവിയെ തന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റിയായി കണ്ട് ആരാധിക്കുന്ന ഒരു സ്പിരിച്വൽ സിസ്റ്റമാണ്. ഇതിലൂടെ ലൗകിക സുഖങ്ങളും ആത്മീയ മോക്ഷവും രണ്ടും കിട്ടും എന്നാണ് വിശ്വാസം. ഒരു സെൽഫ് റിയലൈസേഷനുള്ള കംപ്ലീറ്റ് സയൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിനായി ചില ടൂൾസും ടെക്നിക്സുമൊക്കെയുണ്ട്. ആദ്യത്തെ ടൂളാണ് മന്ത്രം, ഒരു പവിത്രമായ ശബ്ദം. ആ സൗണ്ട് എനർജി ഉപയോഗിച്ച് നമ്മളെ ദൈവികതയുമായി ഒന്നാക്കുന്ന ഒരു സാധനം. രണ്ടാമത്തെ ടൂൾ യന്ത്രമാണ്, ഒരു പവിത്രമായ ജിയോമെട്രിക് ഡയഗ്രാം, നമ്മുടെ കോൺസെൻട്രേഷനു വേണ്ടിയുള്ള ഒരു വിഷ്വൽ ടൂൾ. ഇത് ദേവിയുടെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുമൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ടൂളാണ് തന്ത്രം. ഇത് മന്ത്രത്തെയും യന്ത്രത്തെയും എന്നുവെച്ചാൽ ആ ശബ്ദത്തെയും രൂപത്തെയും ഒന്നിപ്പിച്ച് ഒരു ആത്മീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ഈ കാണുന്നതാണ് ശ്രീചക്രം, ലളിതാദേവിയുടെ യന്ത്രം. ശ്രീവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്രം ഇതാണ്. ഇത് പ്രപഞ്ചത്തിന്റെ ഒരു മാപ്പാണ്. പ്രപഞ്ചത്തിന്റെ മാത്രമല്ല, നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന്റെയും ഒരു ബ്ലൂ പ്രിന്റാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയുടെ തന്നെ ഒരു രൂപരേഖ. ഈ സാധനയുടെ പവർ എന്താണെന്നറിയാൻ ഒരു കഥയുണ്ട്. ഭാസ്കരാചാര്യൻ എന്നൊരു പണ്ഡിതൻ, അദ്ദേഹം ഒരു പ്രണാമം ചെയ്യാതിരുന്നത് അഹങ്കാരം കൊണ്ടല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു യഥാർത്ഥ ശ്രീവിദ്യാ സാധകന്റെ ആത്മീയ ശക്തിക്ക് മുന്നിൽ നിൽക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. അദ്ദേഹം നോക്കിയതുപോലും ചാരമായി പോയിരുന്നുവെന്നാണ് കഥ. അത്രയ്ക്കും പവർഫുള്ളാണ് ശ്രീവിദ്യ. ഓക്കേ, ഇപ്പം നമ്മൾ ദേവിയെ പരിചയപ്പെട്ടു, അവരുടെ സാധനയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ സ്തോത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കോസ്മിക് ഫിലോസഫി എന്താണെന്ന് നോക്കാം.
ഈ പാരമ്പര്യമനുസരിച്ച് ദേവി 5 കോസ്മിക് കർമ്മങ്ങൾ ചെയ്യുന്നു. സൃഷ്ടി, പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു. സ്ഥിതി, അതിനെ നിലനിർത്തുന്നു. ലയം അല്ലെങ്കിൽ സംഹാരം, പ്രപഞ്ചത്തെ പിൻവലിച്ച് പുതിയത് തുടങ്ങാൻ ആവശ്യമുള്ളപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നു. പിന്നെ തിരോധാനം, മായ എന്ന ഇലൂഷൻ കൊണ്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. അവസാനം അനുഗ്രഹം, ആ മായ മാറ്റി നമുക്ക് സത്യം കാണിച്ചു തരുന്നു, മോക്ഷം തരുന്നു. ഈ 5 കർമ്മങ്ങളാണ് ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഈ കോൺസെപ്റ്റ്സൊക്കെ എങ്ങനെയാണ് ഒരു സാധകനെ ഞാൻ വേറെ, നിങ്ങൾ വേറെ, ഈ ലോകം വേറെ എന്ന ചിന്തയിൽ നിന്ന് മാറ്റി എല്ലാം ഒന്നാണ് എന്ന അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ആത്മീയ യാത്ര ഇത് തുടങ്ങുന്നത് സഗുണോപാസനയിൽ നിന്നാണ്. എന്നുവെച്ചാൽ രൂപമുള്ള വിഗ്രഹങ്ങളെയോ ചിത്രങ്ങളെയോ ഒക്കെ ആരാധിക്കുന്നത്. അത് നമ്മുടെ മനസ്സിന് കൂടുതൽ എളുപ്പമാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റും. രൂപമില്ലാത്ത ഫോംലെസ്സായ നിർഗുണ ബ്രഹ്മനെ ധ്യാനിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ഇതിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയുടെ ഡാൻസിലേക്കെത്തുന്നു. ഒരു ഭാഗത്ത് പ്രകാശം, പ്യുവർ സ്റ്റാറ്റിക് കോൺഷ്യസ്നസ്, മാറാതിരിക്കുന്ന ആ അറിവിന്റെ വെളിച്ചം, അതാണ് ശിവൻ. മറുഭാഗത്ത് വിമർശം, ഡൈനാമിക് ക്രിയേറ്റീവ് എനർജി, ആ കോൺഷ്യസ്നസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ശക്തി, അതാണ് ശക്തി. ഇവർ രണ്ടും ചേർന്നുള്ള ഒരു കളിയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അദ്വൈതം, നോൺ ഡ്യുവാലിറ്റി. ഇപ്പോൾ ഈ കാണുന്ന ഞാൻ, നിങ്ങൾ, ലോകം എന്നുള്ള വേർതിരിവൊക്കെ മായയാണെന്നും അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണ്, ഒന്നു മാത്രമേയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുക, അതാണ് ലക്ഷ്യം. ഇത് നമ്മളെ ഈ ഡിസ്കഷന്റെ ഏറ്റവും പ്രൊഫൗണ്ടായ, ഏറ്റവും ആഴത്തിലുള്ള ഒരു റെവലേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പ്രപഞ്ച സത്യം നിങ്ങളുമായി എങ്ങനെ ഡയറക്റ്റായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നതിലേക്ക്. ഈ ജ്ഞാന പാരമ്പര്യത്തിന്റെ സാരാംശം മുഴുവൻ 3 വാക്കുകളിൽ ചുരുക്കാം. തത്വമസി, അത് നീയാകുന്നു. എന്താണിതിന്റെ അർത്ഥം? ആ പരമമായ സത്യം, ആ പ്രപഞ്ചശക്തി, അത് നിങ്ങളിൽ നിന്ന് വേറെയല്ല, നിങ്ങൾ തന്നെയാണത്. പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് വേറെയല്ല, നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നും വേറെയല്ല, എല്ലാം ഒന്നാണ്.